ഞങ്ങൾ പറയുന്നത് എന്താ അറിയോ മുജാഹിദുകളെ? സ്നേഹം, ഒരാൾക്ക് സ്നേഹം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താ അറിയോ? അനുസരണമുണ്ട് എന്നുള്ളതാണ്. അനുസരണമാണ് സ്നേഹത്തിന്റെ മാനദണ്ഡം. ബാപ്പാനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബാപ്പാനോട് സ്നേഹം കൂടുന്നതിനനുസരിച്ച് അനുസരണം കൂടും. അത് ചിന്മയിലായാലും നന്മയിലായാലും, അല്ലേ? ചിന്മയിലായാലും നന്മയിലായാലും സ്നേഹമാണ് നന്മയും തിന്മയും ചെയ്യിക്കുക മനുഷ്യനെ കൊണ്ട്, അല്ലേ? കാമുകിയുടെ ഇഷ്ടം ഒളിച്ചോടാനാ, കാമുകിയുടെ ഇഷ്ടം ഒളിച്ചോടാനാ, കാമുകന്റെ ഇഷ്ടം അവളുടെ ശരീരം നിക്കാഹിന് മുമ്പ് പങ്കുവെക്കാനാ. ഇതൊക്കെ ഇഷ്ട. ആ ഇഷ്ടത്തിലാണ് നന്മയും തിന്മയും. ഒരാൾക്ക് എത്ര കണ്ട് റസൂലിനോട് ഇഷ്ടമുണ്ടോ അത്ര കണ്ട് അയാൾ തിന്മയെന്ന് രക്ഷപ്പെടും. ഒരാൾക്ക് എത്ര കണ്ട് അള്ളാഹിനോട് ഇഷ്ടമുണ്ടോ അത്ര കണ്ട് അയാൾ തിന്മയെന്ന് രക്ഷപ്പെടും. ഇതാണ് ഞങ്ങളെ മാനദണ്ഡം. ഞങ്ങൾ പറയുന്നതാ, ഇഷ്ടമുണ്ടോ അനുസരണം കൂടിക്കൊണ്ടേയിരിക്കും, ഇഷ്ടമില്ലേ അനുസരണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ പോയിന്റ് പരിശോധിച്ചോ, ഓരോ പോയിന്റ് പരിശോധിച്ചോ. ഇഷ്ടക്കുറവും ഇഷ്ടക്കൂടുതലും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് പറയുമ്പോൾ ഒരു പോയിന്റ് കൂടെ പറയണം. എന്റെ ഒരു ക്ലിപ്പിംഗ് പേരോട് ഈ വിഷയത്തിലിട്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഞാൻ മദീനയിലേക്കുള്ള പാത വിഷയം അവതരിപ്പിക്കുന്ന പ്രഭാഷകനെ ഞാൻ നബീനോട് സ്നേഹം വെച്ചു എന്നുള്ളതിന്റെ പേരിൽ വിമർശിച്ചു എന്നിട്ടൊരു ചെറിയ ക്ലിപ്പിംഗ്, ഒരു സെക്കൻഡ് അതിങ്ങനെ പറഞ്ഞെടുപ്പും, അതിങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. മുഹമ്മദ് നബി ജീവിതവും സന്ദേശവും എന്ന ചാലിയത്തെ പ്രസംഗ കേസറ്റാണത്. ആരെങ്കിലും കേട്ടാൽ നിങ്ങൾ ആ കേസറ്റ് വാങ്ങി കേൾക്കണം. എന്താ സംഭവം അറിയോ? അതാണ് ഇവരുടെ ഒരു പ്രശ്നം. ആ കേസറ്റിൽ ഞാൻ സമദാനിയെ വിമർശിച്ചിട്ടില്ല. എന്താ വസ്തുത എന്നറിയോ നിങ്ങള്? സമദാനി 2 വരി ഗാനം ആലപിച്ചു, പേർഷ്യൻ ഭാഷയിലെ 2 വരി കവിത ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് ഇഖ്ബാൽ രചിച്ചതാണ്. എന്നിട്ട് അദ്ദേഹം അതിന്റെ അർത്ഥം പറഞ്ഞു 15ാം വാർഷിക പ്രഭാഷണത്തിൽ. എന്താ അർത്ഥം പറഞ്ഞത് അത് നിങ്ങൾ കേട്ടോളി. ഇഖ്ബാൽ പേർഷ്യൻ ഭാഷയിൽ എഴുതിയ 2 വരി കവിത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. ആ കവിതയിൽ പറയുന്നത് എന്തറിയോ? അതിന്റെ ആശയം ഇതാണ്. ഞാൻ ആ കവിത മനപ്പാടാക്കിയില്ല, കാരണം ആ മനപ്പാടാക്കിയ ശിക്ഷ കിട്ടും പടച്ചോന്റെ അടുത്ത്. പക്ഷേ ആശയം നിങ്ങൾക്ക് പറഞ്ഞു തരൽ ആവശ്യമായതുകൊണ്ട് ആശയം മനപ്പാടാക്കി, കവിത പഠിച്ചില്ല, കാരണം അത് പഠിക്കൽ കുറ്റകരമാണ്. ആ വരി എന്താ അറിയോ? അതിനെ ഞാൻ വിമർശിച്ചേ. അതൊന്നും കേൾപ്പിക്കാതെ ഏതോ ഒരു ചെറിയ ഭാഗത്തിട്ടാ നബീനെ സ്നേഹിച്ചതിന്റെ പേരിൽ സമദാനിയെ വിമർശിച്ചു എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ കേട്ടോളി, അതിന്റെ വരി ഞെട്ടിപ്പൂ. എല്ലാരും മനസ്സിലായിക്കോളി. പേരോടൊന്നും പടച്ചോനെ പേടിയില്ലാത്തോണ്ട് ഉപരിക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓർക്കണം, നിങ്ങൾ എന്താ പറയാറിയോ? ഈ കവിതയിലെ വരി എന്താ അറിയോ? എനിക്ക് ഇഖ്ബാൽ പറയാൻ, എനിക്ക് റസൂലിനോടാണ് ഏറ്റവും ഇഷ്ടം, അതിന്റെ താഴെയാണ് അള്ളാഹുവിനോട് എനിക്കുള്ള ഇഷ്ടം. എനിക്ക് റസൂല് കഴിഞ്ഞിട്ടേ അള്ളാഹു ഉള്ളൂ. എനിക്ക് റസൂലാണ് 1ാം സ്ഥാനം, 2ാം സ്ഥാനം അള്ളാഹു. അതോടുകൂടി ഇസ്ലാം എന്ന് പുറത്തുപോയി. ഇസ്ലാമിന്റെ ഉള്ളിലല്ല, ചെറിയ തെറ്റല്ല, ഇസ്ലാം എന്ന് പുറത്തേക്ക് പോയി. ഇസ്ലാം എന്ന് പുറത്തേക്ക് പോയി. എന്നിട്ട് ഈ കവിത ഉദ്ധരിച്ചിട്ട് മദീനയിലേക്കുള്ള പാത പ്രസംഗിക്കുന്ന മനുഷ്യൻ പറയുന്നത് അറിയോ? ഇഖ്ബാലിനെ നമ്മളൊന്നും പഠിക്കേണ്ടതാ. നബീൻ എങ്ങനെ സ്നേഹിച്ചൊരു മനുഷ്യനില്ല. മനസ്സിലാക്കണം, ഏത് അള്ളാഹിനേക്കാൾ കൂടുതൽ നബീനെ സ്നേഹിച്ച ഇഖ്ബാലിന്റെ സ്നേഹം ഒന്നും പഠിക്കേണ്ടതാ. നമ്മൾ പറയുന്നത് അറിയോ? ആ ഇഖ്ബാലിനെ പറ്റി പിന്നെ മിണ്ടരുത്, അവകാശമില്ല. ആ ഇഖ്ബാൽ ഇസ്ലാമിന് വേണ്ടി ശബ്ദിച്ച ആളല്ല എന്ന്. ആ കവിത അദ്ദേഹത്തിൻ്റെതാണെങ്കിൽ, അത് സത്യമാണെങ്കിൽ അദ്ദേഹം ഇസ്ലാം വെറുതെ അല്ല, ആയത്ത് ഉദ്ധരിച്ച് പറഞ്ഞുതരാ, പഠിച്ചോളി, മനസ്സിലായി. ഖുർആനിലെ 2ാം അധ്യായം സ്നേഹത്തെ പറ്റി പറയുന്ന ഒരു ആയത്താണ്. എത്രത്തോളം സ്നേഹാകാം, എത്രത്തോളം സ്നേഹം ഓരോരുത്തരോടാകാം. ഇപ്പൊ നിങ്ങൾക്കറിയോ, ബാലുശ്ശേരി വന്നിട്ട് ഖമറുൽ പറഞ്ഞൊരു വാക്ക്, നബീനെ സ്നേഹിക്കാൻ പരിധി ഉണ്ട് എന്ന് ഇവിടെ ഒരു കൂട്ടർ പറയണ്. നബീനെ സ്നേഹിക്കാൻ പരിധി ഉണ്ടോ? അതിനൊക്കെ ഉണ്ടോ അതിര്? ഇസ്ലാം പഠിച്ചാണ്ട്, ഇസ്ലാം പഠിച്ചിട്ടില്ല. ഇസ്ലാം പഠിച്ച അതിനുണ്ട്, തെളിയിച്ചു തരാം. കേട്ടോ, ഇസ്ലാം തിരിയുമെങ്കിൽ എന്താ അത്? കേട്ടോളൂ, ശരിക്കും പഠിച്ചോളൂ. എന്താ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തന്ന ഖുർആൻ ആദ്യം ഞാൻ തെളിവ് ഉദ്ധരിക്കുന്ന അതാണ്. വമിനന്നാസി അല്ലാഹു സുബ്ഹാനഹു സൂറത്ത് ബഖറ 2ാം അധ്യായം 165ാമത്തെ വചനം. വമിനന്നാസി മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, മനുഷ്യരിൽ ചില ആളുകളുണ്ട്. അടിവരയിട്ട് കേട്ടോളിട്ടോ, ഓരോന്നും കേട്ടോളി, മറക്കരുത്. ഇസ്ലാം തമാശ അല്ല എന്ന് ഞാൻ വീണ്ടും പറയാൻ. അല്ലാഹു പറയാൻ, മനുഷ്യരിൽ ചില ആളുകളുണ്ട് അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന പോലെ പടപ്പുകളെ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ. ഞാനതൊന്ന് വിശദീകരിച്ചു തരാം. വമിനന്നാസി മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ. അല്ലാഹുവിന് പുറമെ അല്ലാഹുവിന് സമന്മാരുണ്ടാക്കുന്ന ചില ആളുകളുണ്ട്. ഏത് കാര്യത്തിൽ, ഏത് കാര്യത്തിലാ സമന്മാരുണ്ടാക്കണേ? അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന പോലെ അവർ ചില സൃഷ്ടികളെ ഇഷ്ടപ്പെടും.
അള്ളാനെ പോലെ. അള്ള എന്താ പറഞ്ഞതെന്നറിയോ? അള്ളാനെ പോലെ ഒരാൾ ഒരു പടപ്പിനെ ഇഷ്ടപ്പെട്ട ഓന്റെ വിധി എന്താ? അതായത് ഈ എളൈറ്റിൽ വട്ടോളി എന്നൊരു വിദ്വാൻ പറയാ, എനിക്ക് മൊയ്തീൻ ശൈഖിനോടും അള്ളാനോടും ഒരേ ഇഷ്ടാണ്, എനിക്ക് മുഹമ്മദ് നബിയോടും അള്ളാഹുവിനോടും ഒരേ ഇഷ്ടമാണ് എന്നൊരുത്തം പറഞ്ഞ ഓനെ പറ്റി അള്ള പറഞ്ഞാ എന്തറിയോ? ഓൻ മുശ്രിക്കാണ്. ഓൻ ആരാണ്? ഓൻ മുശ്രിക്കാണ്. എങ്ങനെ? അള്ളാഹിനോടുള്ള ഇഷ്ടം 50, റസൂലിനോടുള്ള ഇഷ്ടം 50, 50-50. ഓൻ മുശ്രിക്കാണ്. ഞാനല്ല പറഞ്ഞു, അള്ളാ. 2-ാം അധ്യായം സൂറത്ത് ബഖറ 165. തീർന്നില്ല, ബാക്കിയോട് കേട്ടോളി. എന്നിട്ട് അള്ള പറയുന്നെന്തറിയോ? അള്ളാനെ പോലെ നബീനെ സ്നേഹിച്ചോനെ അള്ള ഉപയോഗിച്ച പദം എന്തറിയോ? വലൗ യറല്ലദീന വലമൂൻ. അക്രമി. എങ്ങനെ? അള്ളാനെ സ്നേഹിക്കുന്ന പോലെ റസൂലിനെ സ്നേഹിച്ച ഓനാരാ? ഓൻ അക്രമി, ലാലിമ്, ഓൻ നരകാവകാശി. ഞാൻ പറയുന്നല്ല, ആയത്ത് ബാക്കി കേട്ടോ. വലൗ യറല്ലദീന വലമൂ ഇദ് യറൗനൽ അദബ് അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. വല്ലാത്തൊരു വാക്കാണ്. എന്താ അള്ളാഹ് ബാക്കി പറയുന്നത്? അക്രമി ശിക്ഷ കാണുന്ന ദിവസം. അക്രമി ശിക്ഷ കാണുന്ന ദിവസം. അദാബ്, അവൻ ശിക്ഷയെ കാണുന്ന ദിവസം അവൻ മനസ്സിലാക്കും. അവൻ പറയും എന്ത്? അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. ഞാൻ മമ്പർന്നങ്ങളോട് തേടിയ കുട്ടിനെ കിട്ടുമെന്ന് വിശ്വസിച്ച്, മൊയ്തീൻ ശൈഖിനോട് തേടിയ രോഗം മാറുന്ന വിശ്വസിച്ച് ഞാനിതാ പരലോകത്തുനിന്ന് മനസ്സിലാക്കുന്നു എന്ന് ഓരോ അടിമ പറയും. നല്ല പറയാ എന്ത്? മമ്പർന്നങ്ങൾക്കും വെള്ളാളം തങ്ങൾക്കും മൊയ്തീൻ ശൈഖിനും ഒന്നും ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്ന കഴിവുണ്ടായിരുന്നില്ല. അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. മുഴുവൻ കഴിവും ശക്തിയും അള്ളാഹ്ക്കും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുന്നു. ഇനി ആയത്ത് ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ മൊയ്തീൻ ശൈഖിനെ സ്നേഹിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? മൊയ്തീൻ ശൈഖ് കുട്ടികളെ തരും, പ്രാർത്ഥനകൾക്കും ഇസ്തിഗ്ഫാർ സ്വീകരിക്കും എന്നൊക്കെ വിശ്വസിച്ചപ്പോ ആ വിശ്വാസമായിട്ട് പരലോകത്തെ എന്ന അള്ള പറയണെന്തറിയോ? ഓൻ മുഅ്മിനാണ് എന്നല്ല, ഓൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ് എന്നല്ല, ഓൻ പിഴച്ചോനാണ്, നരകാവാസിയാണ് അള്ള പറയാ, പടച്ചോൻ പറയാ. എന്നിട്ടും നേരം എടുത്തില്ലേ? ഇവിടെ ആയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ മൊയ്തീൻ ശൈഖിനെ സ്നേഹിക്കുക. എന്നാൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ അതല്ല. അള്ള താഴെ, മൊയ്തീൻ ശൈഖ് മേലെ. അപ്പൊ പിന്നെ ശിർക്കിന്റെയും മേലെ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എങ്കിൽ അങ്ങോട്ട് ഉയർന്നു എല്ലാ അർത്ഥത്തിലുമുള്ള വാലിമായവൻ മാറി. എല്ലാ അർത്ഥത്തിലുമുള്ള വാലിം. എങ്ങനെ? അള്ളാനെ പോലെ സ്നേഹിക്കുമെന്ന് തന്നെ ശിർക്കായി. അള്ളാന്റെ മേലേക്ക് സ്നേഹം പോയാലോ? അള്ളാനേക്കാൾ നബീനൊരുത്തൻ സ്നേഹിച്ചാലോ? ഓനെ പിന്നെ മുശ്രിക്കുമല്ല, അതിന്റെ അപ്പുറത്ത് വേറെ ഇസ്ലാമിലെ എല്ലാ തിന്മകളും കൂടി കൂടിയ ഒരാളാവോ അയാൾ? പഠിച്ചോളി. ഇതാണ്. അപ്പോ സ്നേഹത്തിന് അതിരില്ലേ? ഉണ്ട്. എനിക്ക് കേട്ടോ, സ്നേഹത്തിന് അതിരുണ്ടോ ലോകത്ത്? ഒരു യുവാവ് ഉമ്മാനെ കിടപ്പറയിലേക്ക് നയിക്കുകയാണ്. ശ്രദ്ധിക്കണം, പഠിപ്പിക്കാനാണ് ഈ ഉദാഹരണം പറയുന്നത്. ശ്രദ്ധിക്കണം, തോന്നിയാസം പറയാന്ന് വിചാരിക്കരുത്. ഉമ്മാനെ ഭാര്യനോട് തോന്നുന്ന അതേ ഇഷ്ടം. ഭാര്യ പ്രസവിച്ചു പോയ ആ കാലത്ത് ഉമ്മയായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു മകന് തോന്നുകയാണ്. എന്നിട്ട് മകൻ പറയണെന്ത്? എനിക്ക് എന്റെ ഭാര്യനോട് എന്തൊക്കെ വികാരവും ഇഷ്ടവുമാണോ തോന്നുന്നത്, അതൊക്കെ എനിക്ക് എന്റെ ഉമ്മാനോട് തോന്നുന്നു. മആദല്ലാ. ആ സ്നേഹത്തിന് എന്താ പറയാ? കാന്തപുരം പറയണം. എന്താ പറയാ ആ സ്നേഹത്തിന്? ആ സ്നേഹം അനിസ്ലാമികമാണ്, ജാഹിലിയത്താണ്, ഹറാമാണ്, തല്ലുകൊള്ളിത്തരമാണ്, തോന്നിയാസം. അല്ലേ? സ്വന്തം മകളോട്, പ്രായപൂർത്തിയെത്തിയ 17 വയസ്സുള്ള മോളോട് ഓളെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നൊരു തോന്നുക, ഓളോടൊരു പ്രേമം ഒരു വാപ്പാക്ക് ഇസ്ലാം അംഗീകരിക്കോ ഇല്ലേ? സ്നേഹത്തിന് അതിരില്ല എന്നോ? കോമൺ സെൻസ് ഉള്ളവൻ പറയില്ല അത് സ്നേഹത്തിന് അതിരുണ്ടോ ഇല്ലേ എന്ന്. കോമൺ സെൻസ് ഉള്ളവൻ. ഇനി അള്ളാന്റെ റസൂലിനേക്കാൾ ഒരാൾ ഒരു നഫ്സിനെ ഇഷ്ടപ്പെടുക. ഫോർ എക്സാമ്പിൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കേട്ടോ, സഹിയായ പരമ്പരയോട് ഉദ്ധരിച്ച ഹദീസുകളാ, വായിച്ചു പഠിച്ചാളാ, സഹീഹ് മുസ്ലിം കാണാം. എന്ത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വന്നിട്ട് പറയാ, നബിയേ, എനിക്ക് ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം എനിക്ക് അങ്ങയോടാണ്. ശ്രദ്ധിച്ചോട്ടോ, ഇഷ്ടമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. എനിക്ക് ഞാൻ കഴിഞ്ഞാൽ, എന്റെ നഫ്സ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ്. മുഹമ്മദ് നബി പറഞ്ഞോ, തരക്കടല ഉമറേ, നീയല്ലേ, കുഴപ്പമൊന്നുമില്ല, വിശ്വാസിയാണാ? നീ വിശ്വാസിയായിട്ടില്ല. നീ വിശ്വാസിയായിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അനസ് റളിയല്ലാഹു പറയാൻ, ലാ യുഅ്മിനു അഹദുക്കും അബദൻ. ഒരടിമയും മുഅ്മിനാവുകയില്ല. വഫി റിവായത്തിൽ, മറ്റൊരു റിവായത്തിൽ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നസി അജ്മഈൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാട്ടോ,
ഒരു സ്ഥലത്ത് മാലിക് എന്ന റിപ്പോർട്ടാണ് ഉള്ളത്, സഹീഹ് മുസ്ലിം. എന്താ പറയുന്നത്? ഒരാൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടവനാകണം. സ്വന്തത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, സമ്പത്തിനേക്കാൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അല്ലാഹുവിന്റെ റസൂൽ ആകുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവൂല എന്നാ ബാപ്പ പറയാ. ഇപ്പൊ നിസ്കരിക്കാൻ പോണ്ട, റസൂല് പറയാ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയും അല്ലേ? ഇത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഹുബ്ബുർ റസൂൽ പറയുന്ന ആളുകളുടെ അവസ്ഥയും യഥാർത്ഥത്തിലെ റസൂലിനെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥയും രണ്ടും രണ്ടാണ്. നിങ്ങൾ ചോദിക്കും, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, മരിക്കാൻ നേരം പോയിന്റാണ്, ശ്രദ്ധിക്കണം, അടിവരയിടണം, ഇന്ന് ഓർത്തിട്ട് കരയണം, കിടന്ന് ഉറങ്ങരുത്. ശുഐബ് റൂമിയെ പോലെ, പ്രഗൽഭനായ ശുഐബ് റൂമിയെ പോലെ, ഭക്തനായ ശുഐബ് റൂമിയെ പോലെ ഉറങ്ങാതെ വലത്തോട്ട് ഇടത്തോട്ട് ചരിഞ്ഞിങ്ങനെ കിടക്കുക, പിന്നെ എണീറ്റിങ്ങനെ ഇരിക്കുക, പിന്നെ ഇങ്ങനെ നടക്കുക. ഭാര്യ ചോദിച്ചേ, അങ്ങൊന്ന് ഉറങ്ങുന്നില്ലേ, എന്തായി എന്ന് ചോദിച്ചു. നരകത്തെ കുറിച്ച് ഓർത്തിട്ട് ഉറങ്ങാൻ കഴിയണില്ല, സ്വർഗം നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. ശുഐബ് റൂമി ഈ പിന്നെ എലൈറ്റിൽ വട്ടോളി എന്ന് പ്രസംഗം കേൾക്കുന്നവരെ, ആ ഒരു ഈമാനിലേക്ക് നമ്മൾ ഉയരണം. കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോ 3 സുപ്രധാനമായ കാര്യങ്ങളിൽ ഏറ്റവും അവസാനമായി നബി ഓർമ്മപ്പെടുത്തിയ 3 കാര്യങ്ങളിൽ ഒന്നെന്താണെന്നറിയോ? അസ്സലാത്ത്. അസ്സലാത്ത്, നമസ്കാരത്തിന്റെ കാര്യം മറക്കരുത് കേട്ടോ, നമസ്കാരത്തിന്റെ കാര്യം മറക്കരുത് കേട്ടോ. ഓർക്കണം, നമസ്കാരത്തിന്റെ കാര്യം. നിങ്ങൾക്കറിയില്ലേ, റസൂലുള്ള ബോധം കെടുക, ഇടക്കിടക്ക് ബോധം കെടുക. ബോധം വരുമ്പോ ചോദിക്കൂ, ആയിഷ കേൾക്കണേ, ഒരു ബാപ്പാനെ മകൻ സ്നേഹിക്കുകയാണെങ്കിൽ ബാപ്പാന്റെ അവസാന നിമിഷം പ്രത്യേകമായിരിക്കും, ബാപ്പാന്റെ വസിയത്ത് ഗൗരവമായിരിക്കും. എന്റെ ബാപ്പ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞതാ, ഹമീദ് കാ നിങ്ങൾക്ക് ഈ 5 സെന്റ് എഴുതി തരാൻ, ഞാനിതാ എഴുതി തരിക, ഇതിന്റെ ബാപ്പാന്റെ വസിയത്താ, ഇതെനിക്ക് എന്റെ ബാപ്പാനോടുള്ള ഇഷ്ട. എന്റെ ബാപ്പ പറഞ്ഞിട്ടുണ്ട്, സുബൈ ജമാഅത്ത് മുടക്കരുത് മോനെ, അത് തെറ്റാണ് മോനെ, നരകത്തിന് കാരണമാകും മോനെ എന്ന് ബാപ്പ പഠിപ്പിച്ച ലുക്മാനുൽ ഹക്കീം ഒരു നബിയായിരുന്നില്ല, ഉപദേശിച്ചു, മകൻ കേട്ടു, അല്ലാഹു അത് പറഞ്ഞു. അതാണ് ഇത്തിബാ എന്ന് വിശുദ്ധ ഖുർആൻ മനുഷ്യരെ പഠിപ്പിച്ചു. 31-ാം അധ്യായം 12-19 വരെയുള്ള വചനം ചിന്തിക്കണം, പഠിക്കണം. റസൂലുള്ളാഹി പറയാ, ആയിഷ ആയിഷ അവർ നിസ്കരിച്ചോ? ആയിഷ, ഇല്ല നബിയെ, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ആരായത്? നബിയെ സ്നേഹിച്ചവർ, അവർ കാത്തിരിക്കുകയാണ് റസൂലുള്ളാഹിന്റെ ഇമാമത്തിന്. എന്നിട്ട് വീണ്ടും റസൂലുള്ളാഹിക്ക് ബോധക്ഷയം വരുന്നു, റസൂലുള്ളാഹിക്ക് വീണ്ടും ബോധം വരുന്നു. ചോദിക്കുന്നു, ആയിഷ അവര് നിസ്കരിച്ചോ? ആയിഷ, ഇല്ല നബിയെ, ഇല്ല നബിയെ, നിങ്ങളെ കാത്തിരിക്കുകയാണ് നബിയെ. ആയിഷ, വെള്ളം കൊണ്ടുവാ ആയിഷ, വുളൂ ചെയ്യട്ടെ ആയിഷ. വീണ്ടും റസൂൽ ചോദിക്കുന്നു, ആയിഷ അവർ നിസ്കരിച്ചോ? വീണ്ടും റസൂൽ ബോധം കെടുന്നു, വീണ്ടും റസൂലിന് ബോധമുണ്ടാകുന്നു. ആയിഷ, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ ആയിഷ, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പല തടസ്സങ്ങളും പറയുന്നു. റസൂൽ നിങ്ങൾ യൂസുഫ് നബിയുടെ സ്ത്രീകളെ പോലെയാണ് എന്ന് റസൂലുള്ള പറയുന്നു. ഈ സന്ദർഭമൊക്കെ സഹിഹായ പരമ്പരകളിലുണ്ട്. അവസാനം ഫദ്ൽ ഇബ്നു അബ്ബാസിന്റെയും അലി ഇബ്നു അബീ ത്വാലിബിന്റെയും ചുമലിൽ, ഷോൾഡറിൽ, പ്രിയപ്പെട്ടവരെ, ഏത് ഔലിയാക്കൾക്ക് 40 തടി ഉണ്ടെന്ന ജീവിതത്തിൽ ഒറ്റ തടിയുള്ള മുത്തുനബി 2 സഹാബികളുടെ ചുമലിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് കാല് ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്താൻ കഴിയാതെ, അതാ മനുഷ്യരെ സ്നേഹം, കാല് ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്താൻ കഴിയാതെ വലിച്ചു നബീന്റെ കാല് ഭൂമിയിൽ നിൽക്കണില്ല, എന്നിട്ട് പെരുവിരൽ മരുഭൂമിയിലൂടെ ഇങ്ങനെ വലിച്ചേച്ച് മദീനത്തെ പള്ളിയുടെ മിറാബിന്റെ തൊട്ടടുത്ത് പോയിരുന്ന് നിസ്കരിച്ച മുത്തുനബിയോടുള്ള സ്നേഹം നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് എന്ന് പരസ്യമായിട്ട് കിതാബ് എഴുതിയ മനുഷ്യരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തിരക്കട്ടുള്ളി. എന്താ പറയണെന്നറിയോ? നിങ്ങൾക്കറിയോ മുജാഹിദുകൾ എന്തിനാ വിമർശിക്കുന്നതെന്നറിയോ? നിങ്ങൾക്ക് ഞങ്ങൾ എന്താ നിങ്ങളോട് പറയുന്നതെന്നറിയോ? നബീനെ സ്നേഹിക്കണം എന്നുള്ളതില് എതിരഭിപ്രായം ആർക്കാണുള്ളത്? എങ്ങനെ സ്നേഹിക്കണം, അതാ വിഷയം. നിങ്ങൾ പറയുന്നറിയോ? ഫർളിസ്കാരം ഉപേക്ഷിച്ചോ? കുഴപ്പമില്ല, ഞാനിത് വെറുതെ പറയല്ല. സമസ്തയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിൽ നാഷണൽ അവാർഡ് കൊടുക്കുമെങ്കിൽ ഒരു 10,000 തവണ കിട്ടാൻ സാധ്യതയുള്ള ഒരു മുസ്ലിയാരുണ്ട്. അംസക്കോയ ബാക്കവി മുന്നിയൂർ എന്നാ മൂപ്പരെ പേര്. അംസക്കോയ ബാക്കവി മുന്നിയു. മൂപ്പര് പറയണെന്നറിയോ? മൗലിദ് കഴിച്ചാൽ മതി, നിസ്കരിക്കണ്ട, നോമ്പ് വിൽക്കണ്ട, എന്നാലും സ്വർഗം കിട്ടും. നിങ്ങൾ മനസ്സിലാക്കണം, മുജാഹിദുകൾ എന്തിനെ എതിർക്കുന്നത്? നിസ്കരിക്കണ്ട. എന്നിട്ട് അയാൾ പറയണെന്നറിയോ? ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്,
ഹദീസ് അങ്ങനെയാ മനസ്സിലാകുക. നിസ്കരിച്ചിട്ടില്ലെങ്കിലും നോമ്പ് ഇട്ടിട്ടില്ലെങ്കിലും നബിയുടെ ജന്മദിനം കൊണ്ടാടിയ സ്വർഗം കിട്ടും. നിങ്ങൾ പറയണം, ഇത് കേൾക്കുന്ന ഈ നാട്ടിലെ EKAP സുന്നികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരെ നിങ്ങൾ പറയണം, അതൊന്നും ഉണ്ടാവൂല. അംസക്കോയ ബാക്കവി മുന്നിയൂർ സുന്നത്ത് ജമാഅത്ത് ഹദീസിൽ, സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ എന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ മൂപ്പര് പറയാ 40 ആയത്തുണ്ട് അത്രേ നബിദിനത്തിന്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്, കേട്ടോട്ടോ. സുന്നത്ത് ജമാഅത്ത് ഹദീസിൽ ഇനി കേട്ടോളിട്ടോ, മൂപ്പര് ഉദ്ധരിക്കാൻ അദ്ദേഹത്തിന്റെ പുസ്തകം 246 247 പേജ്. മുസ്ലിങ്ങളൊന്നും മനസ്സിലാക്കണം, ഇതൊക്കെ കേട്ടിട്ടും നേരം എടുക്കണില്ലെങ്കിലേ ഹുബ്ബുർ റസൂല് പറഞ്ഞിങ്ങനെ ഇരുന്നോളി, നരകത്തിൽ അങ്ങോട്ട് പോകും കേട്ടോ. നമസ്കരിക്കാത്തവനും നോമ്പനുഷ്ഠിക്കാത്തവനും മൗലിദ് ഓതിയാൽ അതിനുള്ള പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. എന്നിട്ട് അതിന് തെളിവ് ധരിക്കാട്ടോ, ഹദീസുകളിൽ നിന്ന് തെളിവ് ധരിക്കുക. കേട്ടോളി, എന്താ തെളിവ് കേട്ടോളി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, സുന്നത്ത് ജമാഅത്ത് ഹദീസിൽ നിന്നാണല്ലോ, അതുകൊണ്ട് മൂപ്പരെ ഹദീസ് ഉദ്ധരിക്കാൻ. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അന്ത്യദിനം എന്നാണെന്ന് ചോദിച്ചു. നീ അന്നത്തേക്ക് എന്തൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് നബി ചോദിച്ചപ്പോൾ, ഞാൻ അല്ലാഹുവിനോടും നബിയോടുമുള്ള സ്നേഹത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നീ സ്നേഹിക്കുന്നവരുടെ കൂടെയാണ് എന്ന് മറുപടി പറഞ്ഞു. ഇനി കേട്ടോളിട്ടോ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്നേഹിക്കുന്നവരുടെ കൂടെയാണ് എന്ന പ്രവാചകന്റെ വാക്കിനേക്കാൾ സന്തോഷകരമായ കാര്യം ഇസ്ലാമിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും എന്നിവരെയും സ്നേഹിക്കുന്നു. അവരോടുള്ള സ്നേഹം കാരണം അവരോടൊപ്പമാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ പോലെ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും സഹീഹ് മുസ്ലിം 2-ാം വോളിയം 332, സഹീഹ് ബുഖാരി 2-ാം വോളിയം 521. എന്നിട്ട് മൂപ്പര് ഈ ഹദീസിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്, അഥവാ ഈ ഒരു ഹദീസ് സഹീഹ് മുസ്ലിം എന്ന് വായിക്കുന്നവൻ എന്ത് ഉൾക്കൊള്ളണോ അത് മൂപ്പര് പറയാട്ടോ. സഹീഹ് മുസ്ലിമിലെ, സഹീഹ് ബുഖാരിയിലെ ഈ ഹദീസ് വായിച്ചാൽ പിന്നെ നിങ്ങൾ എന്ത് ഉൾക്കൊള്ളണം കേട്ടോളി. അതാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഈ ഹദീസിൽ നിന്ന് നിസ്കാരവും മറ്റും നിർവഹിക്കാത്തവൻ നബിയെ സ്നേഹിച്ച് മൗലിദ് പാരായണം നടത്തിയാൽ രക്ഷപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാവുക. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും കേട്ടിട്ട് ഇളകിയില്ലേ, എന്നാ എന്തോ തകരാറ് ഗൗരവമായിട്ട് മുസ്ലിങ്ങൾക്ക് ഉണ്ട്, ഭയങ്കര ഗുരുതരമായിട്ട്. എന്ത്? ഈ ഹദീസിൽ നിന്ന് നിസ്കാരവും മറ്റും എന്ന് പറഞ്ഞാൽ നോമ്പ്, നിസ്കാരവും നോമ്പും ഒന്നുമില്ലെങ്കിലും എന്താവും, മൗലിദ് ഓതിയാൽ രക്ഷപ്പെടും എന്നാണ് മനസ്സിലാകുന്നത് എന്ന് തന്നെയാണ്. എന്നാണ് എന്നുമല്ല, അപ്പൊ സാധ്യതക്ക് വകുപ്പുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുക. എങ്ങനെ? ഈ ഹദീസിൽ എന്ത് മനസ്സിലാവും? നിസ്കാരവും നോമ്പും ഇല്ലെങ്കിലും മൗലിദ് ഓതിയാൽ രക്ഷപ്പെടും. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ കള്ളന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന, പോലീസുകാരന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന, ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്ന, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക്. ആർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു, അതാണ് വിജയം. അത് കിട്ടും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നിങ്ങൾക്ക് എത്ര ഗൗരവമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പരലോകത്ത് എനിക്ക് കേട്ടോളി, ഇസ്ലാം എന്താ പറയുന്നതെന്നും അംസക്കോ ഇയാൾ നിസ്കരിക്കലുണ്ടോ എന്ന് ഈ നാട്ടുകാർ പരിശോധിക്കേണ്ട. കാരണം ഇങ്ങനത്തെ ഹദീസ് ഉദ്ധരിച്ച ഇയാൾ ഇതിൽ നിന്ന് മനസ്സിലായതനുസരിച്ച് ജീവിക്കണമല്ലോ, അല്ലേ? ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് അതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താ? നിസ്കാരവും നോമ്പും വേണ്ട, നബീനോട് സ്നേഹം ഉണ്ടായാലും സ്വർഗത്ത് പോകുന്നു. പിന്നെ വെറുതെ മനുഷ്യ ഈ തണുപ്പത്ത്, പ്രത്യേകിച്ച് കാലത്ത് ഒതുവൊക്കെ എടുത്ത് വെറുതെ പോണോ? ഇയാളൊക്കെ നിസ്കരിക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കിക്കോളി. അതുകൊണ്ട് ആ വലിയ വാദപ്രതിവാദ വീരനെ ഒരു പള്ളിയിൽ നിന്ന് പുറത്താക്കി. പേര് ഞാൻ ഇപ്പൊ പറയില്ല, അതിന്റെ ആവശ്യമില്ല. കാരണം ഇന്ന് നേതാക്കന്മാർ എഴുതിയ വായിച്ചിട്ടല്ലേ ചോട്ടാ മുസ്ലിയാക്കന്മാർ ജീവിക്കണേ, അതുകൊണ്ട് അതൊക്കെ ഉണ്ടാവും. എനിക്ക് കേട്ടോളിട്ടോ, എനിക്ക് അത്ഭുതം തോന്നുന്നു ഇയാൾ ഈ ഹദീസ് എന്നെ തെരഞ്ഞെടുത്തത് നന്നായി. കാരണം ഈ ഹദീസ് ഉദ്ധരിച്ച അനസ് ബിൻ മാലിക് ആരാ നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഹദീസ് സഹാബികൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ 2 പോയിന്റ് നിങ്ങളോട് പറയാണ്. കുറച്ചൊക്കെ തിരിയുന്ന മുസ്ലിയാക്കന്മാർ പരിസരത്ത് എവിടെങ്കിലും ഒക്കെ ഉണ്ടാകുമല്ലോ, പാളിയും ഒതുങ്ങിയും ഒക്കെ. നിങ്ങൾ ഒന്ന് ഓർത്തിട്ടുണ്ടോ ഇതെന്താ പറഞ്ഞതെന്ന്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഹദീസ് സഹീഹ് മുസ്ലിമിലുള്ള
ഉള്ളതല്ലേ? അല്ലേ? ഈ ഹദീസ് കണ്ട ഏതെങ്കിലും ഒരു സഹാബി നബീനോട് സ്നേഹം വെക്കുകയും നമസ്കരിക്കാതിരിക്കുകയും ചെയ്തു, നിങ്ങൾ തെളിയിക്കും. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് നിങ്ങൾ തെളിവ് ധരിക്കേണ്ട എന്താ? അനസ് ഇബ്നു മാലിക് നിസ്കരിച്ചില്ല, അനസ് ഇബ്നു മാലിക് റമദാനിൽ നോമ്പ് പോയിട്ടില്ല, നബീനെ സ്നേഹിച്ചു, സ്വർഗത്ത് പോയി, നിങ്ങൾ തെളിവ് പറയണം. നിങ്ങളെ തൊള്ളത്താളം ഞങ്ങൾക്ക് തെളിവല്ല, അത് നിങ്ങളെ ആളുകൾക്ക് തെളിവാ, ഞങ്ങൾക്ക് തൊള്ളത്താളം തെളിവല്ല. കൊണ്ടുവാ തെളിവ്, കൊണ്ടുവാ തെളിവ്. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ 2-ാം അധ്യായം 111-ാമത്തെ വചനം അല്ലേ? നിങ്ങൾ ആലോചിച്ചോളി, ആരാ അനസ് ഇബ്നു മാലിക്? ഈ ഹദീസ് ഉദ്ധരിച്ച സഹീഹ് മുസ്ലിം, ഈ ഹദീസ് ഉദ്ധരിച്ച മഹാന്മാർ ലോകത്ത്, ആ പോയിന്റ് ഞാൻ അങ്ങനെ തന്നെ പറയാം, അംസക്കോയ ബാക്കവി മുന്നിയൂർ ഈ ഹദീസിന് ഇങ്ങനെ വ്യാഖ്യാനിച്ചതല്ലാതെ ലോകത്ത് ഈ ഹദീസ് പഠിച്ച ഒരൊറ്റ മുസ്ലിമും ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല. ഇങ്ങനെ വ്യാഖ്യാനിച്ചു. അതാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങളത് വെറും ഒരു വാദമാണ്, പുത്തനല്ല, പുതുപുത്തൻ കേട്ടോ, പുതുപുത്തൻ വാദാങ്ങളത്. നേരെ മറിച്ച് ഈ ഹദീസ് പഠിച്ച ഒരു സഹാബി നിസ്കരിക്കാതിരുന്നു നിങ്ങൾ പറ. ഈ ഹദീസ് എന്ന് മനസ്സിലാകുന്നത് എന്താണ്? നിസ്കാരവും നോമ്പും ഇല്ലെങ്കിലും നബി സ്നേഹന്റെ സ്വർഗത്ത് പോകുന്നു. ഞാൻ ചോദിക്കുന്നു, അങ്ങനെ സഹാബികൾക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല? നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുകയും സഹാബികൾക്ക് മനസ്സിലാകുകയും ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞാൽ സഹാബികൾ നിങ്ങളെക്കാൾ താഴെയോ അല്ല നിങ്ങൾ സഹാബികൾക്കാൾ മേലെയോ? എന്താ നിങ്ങൾ പറയും? ഇനി ഈ ഹദീസ് ഉദ്ധരിച്ച അനസ് ഇബ്നു മാലിക്കാരാ, അത് കേട്ടോളിട്ടോ, അപ്പോഴാ നിങ്ങൾക്ക് മനസ്സിലാകുക അംസക്കോയൊക്കെ എത്ര പെടച്ചു പോയ കക്ഷികളാകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. നിങ്ങൾ മനസ്സിലാക്കണം. എന്താ പറയുന്നത്? ഈ അനസ് ഇബ്നു മാലിക്കാരാ, എനിക്ക് അത്ഭുതം തോന്നി ഹദീസ് എടുത്ത് ഉദ്ധരിച്ചപ്പോ. ഒന്നും പഠിക്കണ്ടേ? സഹാബികളോട് ഹുബ്ബ്. അനസ് ഇബ്നു മാലിക്കാരാ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സുബൈ നിസ്കാരം ജമാഅത്ത്, സുബൈ നിസ്കാരല്ല, ഫർള് നിസ്കാരല്ല, ജമാഅത്ത് അവ്വൽ വഖ്ത്, അതിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ മരിക്കുന്നവരെ കരഞ്ഞ മനുഷ്യൻ, മരിക്കുന്നവരെ. ഏതാ സംഭവം എന്ന് അറിയുങ്ങള്? ഒരു യുദ്ധം ഉണ്ടായി, ഒരു യുദ്ധം. ആ യുദ്ധത്തില് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിടത്ത് നേതാവ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആയിരുന്നു. യുദ്ധത്തിന്റെ സമയം യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോ ജമാഅത്ത് നഷ്ടപ്പെട്ടു. യുദ്ധം ജയിച്ചു മുസ്ലിങ്ങളെ യുദ്ധം ജയിച്ചപ്പോ ഭയങ്കര സന്തോഷം മുസ്ലിങ്ങൾക്ക്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കരയാ, ഭയങ്കര കരച്ചില്. അപ്പൊ സഹാബികൾ ചോദിച്ചു, നമ്മൾ ജയിച്ചതല്ലേ, എന്തിനങ്ങനെ കരയുക? നമ്മൾ ജയിച്ചതല്ലേ, എന്തിനെങ്ങനെ കരയണ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തറിയോ? എനിക്ക് ഈ ലോകം മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായിരുന്നു സുബഹിയുടെ ജമാഅത്ത്, അതാ എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. ഈ സംഭവം ഓർക്കുന്ന എല്ലാ ഘട്ടത്തിലും മരിക്കുന്നവരെ അനസ് ഇബ്നു മാലിക് കരഞ്ഞുകൂട്ടരെ. ആ അനസ് ഇബ്നു മാലിക് ഈ ഹദീസ് കേട്ട ആളാ, നബി ഇത് പറയുന്നത് കേട്ട ആളാണ്. അതെ, അനസ് ഇബ്നു മാലിക് ഹംസക്കോയല്ല, അനസ് ഇബ്നു മാലിക് സമസ്തയല്ല, അനസ് ഇബ്നു മാലിക് സ്വർഗം ഇഷ്ടപ്പെട്ട ആളാ. അതുകൊണ്ട് നിസ്കാരം കളായിട്ടില്ല. ഓർത്തോ, ഇവരെന്താ പറയുന്നത്? ഈ പുസ്തകം വായിച്ചിട്ട് സമസ്തക്കാര് നന്നാകുകയെ ചെയ്യുക, കേടുകയെ ചെയ്യുക. വിവരമുള്ളവർ നിങ്ങൾ ചിന്തിക്ക്, എന്താ നിങ്ങൾ പറയുന്നത്? എന്താ അങ്ങക്ക് മനസ്സിലാകാത്തത്? എന്താ അങ്ങക്ക് പറ്റിയത്? നോക്ക്, ഫർള് നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ നമ്മൾ എന്താ പറയല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, സുബൈ നിസ്കരിക്കാത്തവന്റെ വീട് അവനെയും അതിലിട്ട് അഗ്നിക്കിരയാക്കാൻ ഞാൻ ആലോചിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം കേട്ടോ, റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നബിയേ, എനിക്ക് ജമാഅത്ത് പങ്കെടുക്കേണ്ടതുണ്ടോ? ഞാൻ അന്ധനാ, വരാൻ കഴിയൂല, ദൂരെയാ, എന്ത് ചെയ്യണം? നബി പറഞ്ഞു, സാരല്ല, അന്ധനല്ലേ, വീട്ടിൽ നിസ്കരിച്ചാൽ മതി. ഉടനെ റസൂലിന്റെ ചോദ്യം, ബാങ്കുകൾക്കോ? ആ, ബാങ്കുകൾ വരൽ നിർബന്ധം. തീർന്നില്ല. ആയത്ത് കേട്ടോ, നിങ്ങൾക്ക് എന്താ ആയത്ത്? അല്ലേ, ആയത്ത് കേട്ടോ, കേട്ടാ ചിന്തിക്കുന്നവരുണ്ട് നിങ്ങളുടെ കൂട്ടത്തില്. ഒരു കേക്കട്ടെ, ആയത്ത് കേട്ടോ. സൂറത്ത് മുദ്ദസ്സിർ 74-ാം അധ്യായം 39, 40, 41, 42, 43, 44 വചനം. എന്തറിയോ? സ്വർഗസ്ഥരായ ആളുകൾ കേട്ടോളി, യുവാക്കളെ, ഈ ഇളയിട്ടിൽ വട്ടോളിയിലെ മനുഷ്യരെ സാക്ഷാൽ മതം പഠിച്ചോളി, കേട്ടോളി. നിങ്ങൾ ഉസ്താദുമാരെ കേൾക്കാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കില്ല. ഓല അത് ഉദ്ദേശിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അവരത് പറയില്ല.
കേട്ടോ, ഖുർആനിൽ സ്വർഗസ്ഥരായ ആളുകൾ നരകക്കാരോട് ചോദിക്കുന്ന മാ സലകക്കും ഫീ സഖർ, മാ സലകക്കും ഫീ സഖർ, എന്തേ കൂട്ടരെ നിങ്ങൾ നരകത്ത് പോയത്, എന്താ നിങ്ങൾ നരകത്ത് പോയത്? ഖാലൂ ലൻ നകും മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. ഓർക്കടേ, നിസ്കരിച്ചിട്ടില്ലെങ്കിലും നോമ്പനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും മൗലിദാഘോഷിച്ചാൽ സ്വർഗം കിട്ടുന്നേ. ആലോചിക്കണം. റസൂലുള്ള പറയാ, റസൂലുള്ള വെറുതെ ഇങ്ങനെ ആമീൻ ചൊല്ലി. സാധാരണ എല്ലാവരും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാ. 3 തവണ നബി ആമീൻ ചൊല്ലി. ഒന്ന് എന്തിനായിരുന്നു? നബി ഇങ്ങനെ മിമ്പറിൽ ഓരോ സ്റ്റെപ്പ് കയറും, ആമീൻ ആമീൻ ആമീൻ. അതിൽ ഒന്നെന്തായിരുന്നു? മാതാപിതാക്കളോട് ക്രൂരത ചെയ്യുന്ന മക്കൾക്ക് അള്ളാന്റെ ശാപം ഉണ്ടാകട്ടെ. അതിന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോ റസൂൽ ആമീൻ പറഞ്ഞു. രണ്ടാമത്തതോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ, അല്ലേ അല്ലേ? മൂന്നോ കേട്ടോ, എന്താ? റമദാൻ വന്നു എന്നിട്ട് നോമ്പ് നോൽക്കാത്തവൻ അവൻ ശപിക്കപ്പെടട്ടെ. നിങ്ങൾ ചിന്തിക്കും, ഇവർക്ക് ഇസ്ലാം അറിയോ? ഒരു പണ്ഡിതൻ സുന്നത്ത് ജമാഅത്ത് ഹദീസിൽ നിന്ന് കിതാബ് എഴുതുമ്പോ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറെ കുറിച്ചെങ്കിലും നോളജ് വേണ്ടേ? ചങ്ങായിമാരെ, അറിവ് വേണ്ടേ? അറിവ് വേണം. അറിവില്ല എന്ന അറിവും ഇല്ല. അറിവില്ലെന്ന അറിവും ഇല്ല. ലോകത്തിലെ നോളജിന്റെ പാതി അറിവില്ല എന്ന അറിവാണ്. അതുമില്ലെങ്കിൽ കഷ്ടമേ നഷ്ടമേ എന്നല്ലാതെ എന്ത് പറയാൻ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുക, അയ്യുൽ അഅമാലു അഹബ്ബു ഇലല്ലാഹി തആല, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാ? അസ്സലാത്തു ലിവഖ്തിഹാ. എങ്ങനെ? നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കൽ. അല്ലേ? ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുനാഫിക്കല്ലാതെ ജമാഅത്ത് നഷ്ടപ്പെടുത്താറുണ്ടായിരുന്നില്ല. നിങ്ങൾ ഉസ്താദ് എന്താ പറഞ്ഞു? മൗലിദ് കഴിച്ചോളി, നിസ്കരിക്കണ്ട, അതുപോലെ നോമ്പ് വിൽക്കണ്ട, എന്നൊരു കുഴപ്പമില്ല, നിങ്ങൾ രക്ഷപ്പെടും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ നിസ്കാരത്തിന് വല്ല 3 ആക്കാൻ കാത്തിരിക്കുന്ന കാലം. ഇനി കേട്ടോ, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരക്കാരെ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. 4-ാം അധ്യായം 103-ാമത്തെ വചനം. ഈ ആയത്ത് ഇറങ്ങുന്ന എവിടെയാ? അതും കൂടി പരിശോധിച്ചാലേ കാര്യം മനസ്സിലാവും. എവിടെയാ? യുദ്ധരംഗത്ത്. എവിടെ? യുദ്ധരംഗത്ത്. ഒരു വിഭാഗം അവരോട് യുദ്ധം ചെയ്യാം, ഒരു വിഭാഗം നിസ്കരിക്കുക. നിസ്കരിച്ചു കഴിഞ്ഞാൽ അവര് യുദ്ധം ചെയ്യാം, മറ്റൊരു നിസ്കരിക്കുക. യുദ്ധരംഗത്ത് പോലും നിസ്കാരത്തിന് എന്തില്ല? നിസ്കാരത്തിന് ഇളവില്ല. യുദ്ധരംഗത്ത് പോലും നിസ്കരിച്ചോളി, യുദ്ധം കഴിഞ്ഞാൽ കൃത്യമായിട്ട് ജമാഅത്ത് പങ്കെടുത്തോളിന്ന് അള്ളാഹ് പറയുന്ന ഖുർആൻ വായിച്ചിട്ട് പോരെ അംസക്കോയ ബാക്കവിക്ക് ദീൻ എഴുതല്? ആലോചിക്കണം, ചിന്തിക്കണം. ഇനി ഇതിനൊക്കെ ഞൊണ്ടിന്യായം പറയുന്ന ഉസ്താദുമാരെ, പിന്നെ ഇങ്ങനെ തലോറിഞ്ഞിക്കുന്ന യുവാക്കളെ, നിങ്ങളൊക്കെ എന്തിനെ SLC വരെ പഠിച്ച്? അതിന്റെ ഒരു കോമൺ സെൻസ് ഉണ്ടാവില്ല മക്കളെ ദുനിയാവില്. അതിന്റെ ഒരു സൗഭാഗ്യം SLC വരെയെങ്കിലും പഠിച്ച ഒരു ലോക പരിചയം ഉണ്ടാവില്ല നിങ്ങൾക്ക്. അല്ലെ, ആലോചിച്ചു നോക്കി. ഇനി ഇതിലൊരു പ്രധാനമായ ഒരു വശം കൂടിയുണ്ട്. ഫർളായ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട ലോകത്ത് വന്ന മുഴുവൻ നബിമാർക്കും നിസ്കാരം നിർബന്ധമായിരുന്നു, നോമ്പ് നിർബന്ധമായിരുന്നു. അറിയില്ലേ നിങ്ങൾക്ക്? നോമ്പും നിസ്കാരം അവർക്കൊക്കെ നിർബന്ധം. മൗലിദോ അവർക്ക് നിർബന്ധമല്ല, സുന്നത്തുമല്ല, ബിദ്അത്തായിരുന്നു. ഇനി ഞങ്ങൾ പോയിന്റ് ചിന്തിക്കേണ്ടത്, നിർബന്ധമായ ഫർളായ നരകത്ത് പോകാൻ സാധ്യതയില്ല, അല്ലെ, ഉറപ്പുള്ള. നിങ്ങൾക്കറിയാലോ, 19-ാം അധ്യായം 59, 60, 61 അവർ നിസ്കാരം ഉപേക്ഷിച്ചു, അങ്ങനെ അവർ കാഫിറുകളായി തീർന്നു എന്നാ അല്ലാഹു പറയുന്നത്. അപ്പൊ ഇത്ര ഗൗരവമായി എത്ര സ്ഥലത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു പറഞ്ഞിട്ട് ആ നിസ്കാരല്ലെങ്കിലും മൗലിദ് എന്ന ബിദ്അത്ത് അത് കൊണ്ടാടിയ സ്വർഗ്ഗത്ത് പോകുന്ന എഴുതിയവരെ, നിങ്ങൾക്ക് ഏത് മതത്തിന്റെ പിൻബലമുള്ളത്? ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? മൗലിദ് അടിസ്ഥാനപരമായി ബിദ്അത്താണ്. ആ ബിദ്അത്തായ മൗലിദ് ചൊല്ലിയ ഫർളായ നിസ്കാരം ഉപേക്ഷിച്ച് ഫർളായ നോമ്പ് ഉപേക്ഷിച്ചിട്ടും സ്വർഗം കൊടുക്കുന്നു. അപ്പൊ ഫർള് നിസ്കാരത്തെക്കാളും ഫർള് നോമ്പിനേക്കാളും നരകം കിട്ടുമെന്ന് പറഞ്ഞ ബിദ്അത്തിന് അല്ലാഹ് സ്ഥാനം കൊടുത്തുന്നോ? നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ എന്തായി വിശദീകരിക്കുന്നത്? ഇത് നിങ്ങളുടെ ഉസ്താദുമാരുടെ രചനയാ.
തീർന്നില്ല. ഇനി നബിദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് സമസ്തയുടെ കൃതികളിൽ എന്ത് പറയുന്നു എന്ന് ഗൗരവമായി പരിശോധിക്കാം. ഓരോ പോയിന്റും ഞാൻ പറഞ്ഞു. ഇനി അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഈ ഹുബ്ബ് ആയിട്ട് ബന്ധപ്പെട്ട് സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലേ, ആലോചിച്ച് നോക്കിയേ. എന്താ? സഹീഹ് മുസ്ലിമിലുള്ളതാണ്. എന്താ ഹദീസ്? 3 കാര്യത്തിൽ ഒരാൾ മാധുര്യം കാണുക. 3 കാര്യത്തിൽ. അതിലൊന്ന് അല്ലാഹു റസൂൽ ഒരുവന് ഏറ്റവും ഇഷ്ടാവുക. അല്ലാഹുവിനെ റസൂൽ ഒരുത്തനെ ഏറ്റവും ഇഷ്ടാവുക. അപ്പോഴാണ് അയാൾ ഈമാനിലെത്തുക. അല്ലേ, എത്ര ഹദീസുകൾ. ഇനി നമുക്ക് നബിദിനവുമായി ബന്ധപ്പെട്ട് മുജാഹിദുകൾ എന്തു പറയുന്നു, യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ എന്തു പറയുന്നു, ഈ വിഷയം ഒന്ന് പഠിക്കണം. കാരണം നബിദിനം കൊണ്ടാടാത്തവന് പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയും. അല്ലേ, നബിയെ സ്നേഹിക്കരുത്, മദ്ഹ് ചെയ്യരുത് എന്നൊക്കെ മുജാഹിദുകൾ പറയുന്നു. എന്റെ ക്ലിപ്പിംഗ് ഇടും, അപ്പുറപ്പുറം ഇടൂല. അതാണ് പ്രശ്നം. അതിന്റെ അപ്പുറപ്പുറം ഇടണോ? ഏതുപോലെ ഇപ്പൊ ഞാനിങ്ങനെ പറയാ, ഞാൻ കള്ളു കുടിച്ചു എന്ന് എന്നെ കുറിച്ച് ഒരാൾ ആരോപിച്ചു. ഞാൻ കള്ളു കുടിച്ചു എന്ന് എന്നെ കുറിച്ച് ഒരാൾ ആരോപിച്ചു എന്നൊരു സെന്റൻസ്. ഇതിൽ സുന്നികൾ ചെയ്യൽ എങ്ങനെ അറിയോ? ഒരു ക്ലിപ്പിംഗ് കേൾപ്പിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ഞാൻ കള്ളു കുടിച്ചു, അതിങ്ങോട്ട് കേൾപ്പിക്കും. എന്നിട്ട് പറയും, ഇതാരാ സംസാരിക്കുന്നത്? അത് മുജാഹിദ് വാലിശ്ശേരി. അയാൾ എന്താ പറഞ്ഞത്? അയാൾ കള്ളു കുടിക്കാറുണ്ട്. ഇതാണ്. അങ്ങനെ ക്ലിപ്പിംഗ് കട്ട് ചെയ്യുമ്പോഴേ ആരാവുള്ളൂ? ഈ മുസ്ലിയാക്കന്മാരാവുള്ളൂ. മനസ്സിലായോ? അതിന്റെ അപ്പുറത്ത് എന്താ? എന്നെ പറ്റി ഒരാൾ പറയുന്നു, അത് കേൾപ്പിക്കൂല. അപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്നവർക്കും തോന്നും മുജാഹിദ് വാലിശ്ശേരിയല്ല പറഞ്ഞ് അയാൾ കള്ളുടിക്കുന്നുണ്ട്. മുജാഹിദുകളും എത്ര കാര്യം മുജാഹിദുകളും സുന്നികളും ഒരേപോലെ വിശ്വസിക്കുന്നുണ്ട്. കേസറ്റും കേൾക്കൂല, പഠിക്കയില്ല, മനസ്സിലാക്കുകയില്ല. പിന്നെ ബാക്കിയുള്ളവരെ കുതിരയും എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, കേട്ട് പഠിച്ചോളിയും. വേറൊന്നും പറയാനില്ല ഇതിനെ കുറിച്ച്. അതുകൊണ്ട് ശരിക്കും ആലോചിക്കണം. ഓരോ പോയിന്റിനെ ആലോചിക്കണം. കുറച്ച് ഗുരുതരമായ സമൂഹത്തിലെ തിന്മയെ കുറിച്ച് പറയാനാണ് പോണത്. കേട്ടോളി. ഒന്ന്, അനസ് മൗലവി പറയുന്നു എന്ത്? റബീഉൽ അവ്വൽ 12-നാണ് നബി ജനിച്ചതെന്ന്. ആ ഒരു ക്ലിപ്പിംഗ് എങ്ങനെ ഇടും? റമദാനിലാണ് മുജാഹിദ് വാലിശ്ശേരി പറയുന്നു. ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇവർക്ക് അഭിപ്രായ ഭിന്നതയാണ് എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പിംഗ് ഇടും. യഥാർത്ഥത്തിൽ എന്താ സംഭവം? അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി. അതായത് ലോകത്ത് പൊതുവെ പ്രസിദ്ധമായത് റബീഉൽ അവ്വൽ 12-ആണ്. എന്നാ അതാണോ പ്രസിദ്ധമായത്? റബീഉൽ അവ്വൽ 12-ആണ് ഒരു പ്രസംഗത്തിനിടയിൽ അനസ് മൗലവി പറഞ്ഞു. ഒരു തെറ്റുമില്ല പരാമർശത്തിൽ. എന്നാൽ ഞാനൊരു പ്രഭാഷണത്തിൽ ചരിത്രം പറഞ്ഞു. ഏത്? അനസ് മൗലവി നിലനിൽക്കുന്ന സമൂഹത്തിൽ ഇന്ന് അതിനെ പറ്റിയുള്ള അഭിപ്രായം റബീഉൽ അവ്വൽ 12 അത് പറഞ്ഞു. റബീഉൽ അവ്വൽ 12-നാണ്. ഞാൻ ആ പ്രസംഗത്തിൽ ചെയ്തത് അറിയാം. നബി ജനിച്ച ദിവസത്തെ കുറിച്ചുള്ള ലോകത്തിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായ ഭിന്നതകൾ ചർച്ച ചെയ്തു. നബി ദിനം എന്ന പദത്തെ ഭാഷാപരമായി ചർച്ച ചെയ്തു. രണ്ട് കോണ്ടസ്റ്റിലാണ്. രണ്ട് കോണ്ടസ്റ്റിൽ നടന്നിട്ടുള്ള ചർച്ചകളാണ്. ഈ ചർച്ചക്ക് തെറ്റില്ല ലോകത്ത്. അതിൽ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞ എന്താ? നബി ജനിച്ച ദിനം റമളാനാണ്. പറയോ നബി ആയ ദിനം. ഇനി നബി ജനിച്ചതും റമദാനിലാണ് എന്നൊരു പരാമർശമാണ് കേൾപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ അതിന്റെ ബാക്കി വിശദീകരിച്ചിട്ട് അതൊരു കേൾപ്പിക്കില്ല, പോട്ടെ. നബി റമദാനിൽ ജനിച്ചു എന്ന് ഞാനാണോ അഭിപ്രായം പറഞ്ഞത്? ലോകത്ത് എത്രയോ ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച റമദാനിലാണ് നബി ജനിച്ചതെന്ന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇനി APK സുന്നികളുടെ അഭിപ്രായം എന്താ? റബീഉൽ അവ്വൽ 12 സുന്നികളുടെ വാദപ്രകാരം റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ചയാണ്. ഞാൻ വെറുതെ പറയല്ല, അവരുടെ വാദപ്രകാരം റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ചയായി. വെള്ളിയാഴ്ച നോമ്പുണ്ടോ? നബി ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണെന്നും അന്ന് നോമ്പുണ്ടെന്നും ലോക മുസ്ലിമുകൾക്കെതിരെ അഭിപ്രായമല്ല. ഇല്ല, നോമ്പുണ്ട്. കാരണം അന്നിന്നെ നബി ആയത്, അന്നിന്നെ ഖുർആൻ അവതരിച്ചതും സമസ്തക്കാർ പറയുന്നത് വെള്ളിയാഴ്ചയാണ്. റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ചയാണ്. ഇത് ക്ലിപ്പിംഗ് ഒന്നുമല്ല, അപ്പുറപ്പുറം കട്ട് ചെയ്ത് കേൾപ്പിക്കല. ഒറിജിനൽ കേട്ടോളി. കർമ്മശാസ്ത്ര സരണി സുന്നികളുടെ വലിയൊരു ശൈഖ് എഴുതിയ പുസ്തകം കേട്ടോളി. അല്ലാമ സയ്യിദ് ബുഖാറയിൽ കോയക്കുട്ടി തങ്ങൾ പാടൂര് സുന്നി പബ്ലിക്കേഷൻ സെന്റർ
കേട്ടോളിട്ടോ, ശരിക്കും മനസ്സിലായിക്കോളി. അഭിപ്രായ ഭിന്നത നബി മരിച്ചു എന്നുള്ളതിൽ അഭിപ്രായ ഭിന്നതല്ല, നബി ജനിച്ചു എന്നുള്ളതിൽ അഭിപ്രായ ഭിന്നത സമസ്ത പണ്ഡിതന്മാർ. അതെന്താണെന്നറിയോ, ഈ മുസ്ലിയാക്കന്മാർ മർക്കസ് എഴുതി കൊടുത്ത കുറിപ്പ് കൊണ്ടുവന്ന് വയലേറിന്. ഇപ്പൊ നല്ല സൗകര്യ, കുറിപ്പും വേണ്ട, ആയത്തും വേണ്ട, ഹദീസും വേണ്ട. എന്താണെന്നറിയോ, ഫോൺ ചെയ്ത് അല്ല 48 ക്ലിപ്പിംഗ് ഇല്ലേ, 38 എണ്ണം ബാലിശ്ശേരിന്റെ അല്ലേ, സന്തോഷായി സന്തോഷായി. ആയത്തോ ഒറ്റയില്ല, 38 പോയിട്ട് 3 വരി ഇല്ല. കാരണം ആയത്തും ഹദീസും പഠിക്കണ്ടല്ലോ, ക്ലിപ്പിംഗ് ഇങ്ങനെ കൊടുത്തയക്കും. ഉസ്താദ് അവിടുന്ന് കൂലി കൊടുത്ത് ശമ്പളം കൊടുത്ത് ഒരു ടീമിനെ നിർത്തിയിട്ടുണ്ട്. നിഷേധിക്കട്ടെ ഇല്ലാന്ന് ഒരു ടീമിനെ ഇതിനുള്ള എല്ലാ ആധുനിക സംവിധാനവും കൊടുത്ത് ശമ്പളവും കൊടുത്ത് ഈ കള്ളത്തരം കാണിക്കാൻ ഒരു ടീമിനെ നിർത്തിയിട്ടുണ്ട്. കള്ളക്കളി കളിച്ചോളി, ഞാൻ രക്ഷപ്പെടും, എന്നെ നബി തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അവിടേക്ക് എത്താം. ഏത് കാന്തപുരത്തന്നെ നബി തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് ഹദീസിലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കണേ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, കേട്ടോളി. ഇനി ഈ അല്ലാമ സയ്യിദ് ബുഖാറയിൽ കോയക്കുട്ടി തങ്ങൾ പാടൂര് സുന്നി പബ്ലിക്കേഷൻ സെന്റർ ഇതിൽ കേട്ടോളിട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസവം ചരിത്രം. അതിന് ഭാഷാപരമായി തന്നെ തെറ്റുണ്ട്. ഞാൻ പോട്ടെ, അത് ഭാഷാപരമായി ആർക്കും തെറ്റുപറ്റാം. പക്ഷേ അബ്ദുള്ളയുടെ മരണശേഷം ശരിക്കും ശ്രദ്ധിച്ചോളിട്ടോ, നബിയുടെ ജന്മദിനത്തെ കുറിച്ചുള്ള ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായ ഭിന്നതയാ പറയുന്നത്. അപ്പൊ അഭിപ്രായ ഭിന്നത കേൾക്കുമ്പോ ഇയാള് 12 അല്ല 5 പറഞ്ഞ് 9 പറഞ്ഞ് എന്ന് പറയണ്ട. സഫീഉർ റഹ്മാൻ മുബാറക് പൂരി ഏറ്റവും നന്നായി പഠിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്ന റബീഉൽ അവ്വൽ 9-നാണ് നബി ജനിച്ചത്. ഞാനല്ല പറയുന്നത്, സഫീഉർ റഹ്മാൻ മുബാറക് പൂരി വിശ്വപ്രസിദ്ധ പണ്ഡിതന്മാരിൽ ഒരാളാണ്. അദ്ദേഹം പറയുന്നത് ആധുനികനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന നേതാക്കന്മാരെന്താ പറയുന്നത് അതൊന്ന് കേട്ടോളിട്ടോ. അബ്ദുള്ളയുടെ മരണശേഷം 9 മാസം കഴിഞ്ഞ് റബീഉൽ അവ്വൽ 8 അടിവരണേ മക്കളെ എല്ലാരും, റബീഉൽ അവ്വൽ 8 തിങ്കളാഴ്ച രാവ് പകുതിയായതിനു ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചത്. റബീഉൽ അവ്വൽ 8. ഇനി ഈ വാദപ്രകാരം പരിശോധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. റബീഉൽ അവ്വൽ 2-ാം രാവിലാണെന്നും 10-ാം രാവിലാണെന്നും 12-ാം രാവിലാണെന്നും 17-ലാണെന്നും 18-ലാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. സമസ്തക്കാര് പറയുന്ന അല്ലാമ സയ്യിദ് ബുഖാറയിൽ കോയക്കുട്ടി തങ്ങൾ പറയുന്ന പാടൂര് എന്ത് ഇത്രയും അഭിപ്രായ ഭിന്നത, 6 അഭിപ്രായ ഭിന്നത അവിടെ തന്നെ എണ്ണി. എന്നിട്ട് നിങ്ങൾ വിചാരിച്ചോ 12 പറയാന്ന്? അല്ല, കേട്ടോളി. ഇതിൽ 8-ാം രാവിലാണെന്ന അഭിപ്രായത്തെയാണ് ഹദീസ് പണ്ഡിതന്മാർ ബലപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ എന്താ പറയല്, ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോന്നാ? ഹദീസ് പണ്ഡിതന്മാർ റബീഉൽ അവ്വൽ 8 എന്ന് ബലപ്പെടുത്തി. നിങ്ങളാ പറയുന്നത്, ഞങ്ങളല്ല. തീർന്നില്ല, ചരിത്ര പണ്ഡിതരും ഈ അഭിപ്രായത്തിൽ ഏകോപിച്ചിട്ടുണ്ട്. ഇജ്മാ ഉണ്ട്. ആര് പറയുന്നു? ആരാ പറയുന്നത്? മഹാനായ, നിസ്സാരനൊന്നല്ല, മഹാനായ കസ്തല്ലാനി പറയുന്നു. ആരാ കസ്തല്ലാനി? സുന്നികൾ നബിദിനത്തിന് തെളിവുദ്ധരിക്കുന്ന മഹാനെ കസ്തല്ലാനി പറയാ 8-നാണ്. ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും പറയുന്നു റബീഉൽ അവ്വൽ 8-നാണ്. ചരിത്ര പണ്ഡിതന്മാർ മുഴുവനും പറയുന്നു 8-നാണ്. എന്നാൽ 12-ാം രാവിലാണെന്നാണ് പ്രസിദ്ധമായത്. കണ്ടോ, അപ്രസിദ്ധമായത് അനസ് മൗലവി പറഞ്ഞു. ഞാൻ പറഞ്ഞതോ, ഞാൻ ഈ അഭിപ്രായ ഭിന്നത ചർച്ച ചെയ്തതാ. 2 കോണ്ടസ്റ്റിൽ ഒരു വ്യത്യാസമില്ല, മനസ്സിലായി. അപ്പൊ സുന്നി വാദപ്രകാരം ഒരു പുതുമയും കൂടി ഉണ്ട് കേട്ടോ അതിന്. അത് നിങ്ങൾ ആരും മനസ്സിലാക്കിയില്ല. റബീഉൽ അവ്വൽ 8 തിങ്കളാഴ്ചയാന്ന് AP സുന്നികൾ സമ്മതിക്കുന്നു. ശരി, എന്റെ ചോദ്യം റബീഉൽ അവ്വൽ 8 തിങ്കളാഴ്ചയാണെങ്കിൽ 12 ഏതാ? 9 ചൊവ്വ, 10 ബുധൻ, 11 വ്യാഴം, 12 വെള്ളി. നിങ്ങൾക്ക് എങ്ങനെ തിങ്കളായത്? അല്ല, കഥ ഉണ്ടെങ്കിലല്ലേ കഥ. 12-ന് റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച നോമ്പ് എടുക്കാൻ പാടില്ല. അയ്യാമുൽ ബീളിന്റെതോ തുടർച്ചയായ നോമ്പോ അല്ലാതെ വെള്ളിയാഴ്ച മാത്രമായിട്ട് നോമ്പില്ല. അപ്പൊ നിങ്ങളെ വാദപ്രകാരം റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച. ചിന്തിക്കണം, തീർന്നില്ല. അപ്പോ നബിയുടെ ജന്മദിനത്തിലെ അഭിപ്രായ ഭിന്നത. എന്നാൽ ലോകത്ത് അഭിപ്രായ ഭിന്നതല്ലാത്തൊരു കാര്യം എന്താ അറിയോ? നബി മരിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്. ആ 12-ന് സഹാബികൾ എന്ത് ചെയ്തു? നിങ്ങൾ ഞങ്ങളോട് ചോദിക്കലോ സഹാബികൾ ചെയ്തോ? ഞങ്ങൾ നിങ്ങളോട് ചോദിക്കണേ. നബി മരിച്ചു എന്നുറപ്പുള്ള റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്.
ജനിച്ചത് 12 തിങ്കളാഴ്ച ഓരോ ഉറപ്പില്ല. നിങ്ങളുടെ വാദപ്രകാരം ഇത് വെള്ളിയാഴ്ചയാ, അപ്പൊ 8-നാ ജനിച്ചത് എങ്കിലും പ്രിയപ്പെട്ടവരെ 12-നാണ് മരിച്ചതെങ്കിൽ അന്ന് ബിരിയാണി ഉണ്ടാക്കുകയല്ല, ചീർണി ഉണ്ടാക്കുകയല്ല, അന്ന് പൊട്ടിക്കരയുകയാണ്. സഹാബികൾ പൊട്ടിക്കരയുകയാണ്. നിങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു? തീർന്നില്ല. ഇനി ഇവർ നമ്മൾ ചോദിച്ചു ഇവരോട് നബിദിനം ഇസ്ലാമികമാണ്, നമ്മൾ ചോദിച്ചു ഖുർആനിലുണ്ടോ? അപ്പോ ഇല്ല. ഉണ്ടെന്ന് പറയുന്ന വിദ്വാന്മാർ വേറെ ഉണ്ട്, നമുക്ക് വേറെ പറയാം. ഇല്ല. ഹദീസിലുണ്ടോ? അതും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ? ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചെയ്തോ? ഇല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ചെയ്തോ? ഇല്ല. പിന്നെ ആരാ ചെയ്ത്? അബൂലഹബ് ചെയ്തു. നബിദിനം അബൂലഹബ് ചെയ്തു. അപ്പൊ അബു നിങ്ങളെ നേതാവോ? അബൂലഹബ് നിങ്ങളെ നേതാവോ? കേട്ടോളി, ഞാൻ പറയല്ലേ, ഇത് സുന്നത്ത് മാസിക, സുന്നത്ത് മാസിക, സുന്നത്ത് പഠിപ്പിക്കുന്ന മാസിക. ഇനി കേട്ടോ, സമസ്ത കേരള സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്ന മത സാംസ്കാരിക മാസിക 1985 എന്താ പറയുന്നത് കേട്ടോളിട്ടോ? നബിദിനാഘോഷം. അതിന് തെളിവ് തിരിക്കാട്ടോ ലേഖനം. എല്ലാരും മനസ്സിലായിക്കോളി. നബിദിനത്തിന് സുന്നികളെ തെളിവ് നബി ചെയ്തോ? ഇല്ല. ഖുർആനിലുണ്ടോ? ഇല്ല. സഹാബികൾ ചെയ്തോ? ഇല്ല. താബിഈങ്ങൾ ചെയ്തോ? ഇല്ല. താബിഈങ്ങൾ ചെയ്തോ? ഇല്ല. മദ്ഹബിന്റെ ഇമാമികൾ ചെയ്തോ? ഇല്ല. പിന്നെയോ ഞങ്ങളെ നേതാവ് ചെയ്തിട്ടുണ്ട്. അതാരാ? കേട്ടോളി. നബിദിനാഘോഷത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ അത്ര തന്നെ പഴക്കമുണ്ട്. നബിദിനാഘോഷത്തിന് നബി ജനിച്ച അന്ന് എന്തുണ്ട്? തുടക്കമുണ്ട്. ആരാത് തുടങ്ങി? അബ്ദുള്ളയുടെ വിധവ ആമിന ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന വാർത്ത അബൂലഹബ് അറിഞ്ഞു. അങ്ങനെ ഒരടിമയെ മോചിപ്പിച്ചുകൊണ്ട് തത്സമയം നബിയുടെ പിതൃവ്യൻ നബിദിനത്തിന് തുടക്കം കുറിച്ചു. എങ്ങനെ? ആരാ വരെ നേതാവ്? നിങ്ങൾ ചിന്തിക്കണം. ഈ എളേറ്റിൽ വട്ടോളിയിലെ മനുഷ്യരെ അബൂലഹബ് നബിദിനം കൊണ്ടാടി. ആരാ ഈ അബൂലഹബ്? നിങ്ങൾക്ക് പറ്റിയ നേതാവാണ്. സത്യം. ഈ ലേഖനം എഴുതിയ ഉസ്താദിനും ഉസ്താദുമാർക്ക് നാടൻ മനുഷ്യന്മാരും ഒരു അതിൽ പെട്ടുപോയതാ. ഉസ്താദുമാരെ കോലോ രൂപോ കണ്ടപ്പോ നല്ലതാന്ന് മനസ്സിലാക്കി പോയതാ. ഏയ് അബൂലഹബ് ആരാ? ഈ അബൂലഹബ് അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിച്ചു. അബൂലഹബ് മരിച്ചത് എങ്ങനെ അറിയോ? ചീഞ്ഞ് നാറി ദുർഗന്ധം വമിച്ച് അടുക്കാനാവാതെ ഒരു പർവ്വതത്തിന്റെ ചുവട്ടിൽ എടുക്കാനും തൊടാനുള്ളാതെ മരിച്ച മനുഷ്യൻ. എന്നിട്ടോ ദൂരെ നിന്നിട്ട് ആളുകൾ മണ്ണിങ്ങനെ വാന്തി എറിയ അങ്ങനെ മൂടിയ അബൂലഹബ്. ആ അബൂലഹബ് നബിയുടെ ജന്മദിനം കൊണ്ടാടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടാടുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, അബൂലഹബ് ചെയ്തതാ ദീനിൽ തെളിവ്? മുഹമ്മദ് നബി ചെയ്ത തെളിവുണ്ടോ ചോദിച്ചു. ഇല്ല. അല്ലേ? ആലോചിക്കണം. അബൂലഹബാണ് അത്രേ നബിദിനം കൊണ്ടാടാനുള്ള തെളിവ്. തീർന്നില്ല. ആലോചിക്കണം. ഇനി ഇവര് പറയുന്ന കേട്ടോ, അതേ സുന്നത്ത് മാസികയില് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന സുന്നത്ത് മാസിക 2001 1985 പറഞ്ഞ എന്താ? നബിദിനം നബീന്റെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അബൂലഹബാണ് തുടങ്ങിയത്. അതുകൊണ്ട് അതിന് തെളിവുണ്ട് എന്നാ പറഞ്ഞു. അതേ സുന്നത്ത് മാസിക ഇതെന്താ കൂട്ടരങ്ങള്? ഇതുണ്ടോ? ഇത് 2001. ഈ 2001 പറയുന്ന കേട്ടോളിട്ടങ്ങള് മൗലിദിന്റെ മൗലികത, നബിദിന ആഘോഷത്തിന്റെ ഉത്ഭവത്തെ പറ്റി ഒന്ന് കേട്ടോളി. ഭാഷ തിരിയല്ല എല്ലാവർക്കും. നബിദിനം എന്ന് തുടങ്ങി എന്നതിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച സുന്നി പ്രസിദ്ധീകരണം കേട്ടോ പറയുന്നത്. ആഴത്തിൽ പഠിച്ച ഇമാം സുയൂത്തിയുടെ അഭിപ്രായത്തിൽ ഹിജ്റ 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് നബിദിന ആഘോഷം തുടങ്ങി. നേരത്തെ എന്താ പറഞ്ഞത്? സുന്നത്ത് മാസികയില്, സുന്നത്ത് പഠിപ്പിക്കുന്ന മാസികയില് നബീൻ ജനിച്ച അന്ന് തന്നെ നബിദിനം തുടങ്ങി. ഇപ്പോഴോ 6-ാം നൂറ്റാണ്ടില്. ഞാൻ ചോദിക്കുന്നത് ഇതിലേതാ സത്യം? ഇതിലേതാ സത്യം? കസ്തല്ല ഇവിടെ പറയുന്നത് സുയൂത്തി ഇമാം ഏതായാലും അബൂലഹബിന്റെ കൂട്ടത്തിൽപ്പെട്ട അല്ലല്ലോ. അബൂലഹബിനെ നിങ്ങൾ ആദ്യം തെളിവ് പിടിച്ച് ആയത്ത് പഠിച്ചു. നിസ്സാരമല്ല. ആയത്ത് പഠിച്ചിട്ട് പോലും ഇമാം സുയൂത്തിക്ക് എവിടെ എത്താൻ കഴിഞ്ഞുള്ളൂ? 6-ാം നൂറ്റാണ്ടില്. അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല.
5-ാം നൂറ്റാണ്ടിൽ നിന്ന് തെളിവ് ധരിക്കാൻ കഴിഞ്ഞില്ല. 4-ാം നൂറ്റാണ്ടിലേക്ക് പോയില്ല, 3-ാം നൂറ്റാണ്ടിലേക്ക് പോയില്ല, 2-ാം നൂറ്റാണ്ടിലേക്ക് പോയില്ല, 1-ാം നൂറ്റാണ്ടിലേക്ക് പോയില്ല. ഞങ്ങളോട് ചോദിക്കാൻ 6-ാം നൂറ്റാണ്ടിന്റെ അപ്പുറത്തുള്ളതാ ഇസ്ലാം ആണോ? ആ സുയൂത്തി മക്കളെ, യുവാക്കളെ, സഹോദരങ്ങളെ പഠിക്ക്, ചെറിയ കുട്ടികളെ പഠിക്ക്. എന്താ പറയുന്നത്? 6-ാം നൂറ്റാണ്ടിന്റെ അവസാനം, 5-ാം നൂറ്റാണ്ടിലും അല്ല, 3-ാം നൂറ്റാണ്ടിലും അല്ല, 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് നബിദിനം കൊണ്ടാടുന്നതിനെ പറ്റി സുയൂത്തി ഇമാം പഠിച്ചിട്ട് കിട്ടിയേ. അതിനപ്പുറത്തേക്ക് ഇമാമിന് കിട്ടിയില്ല, ഖുർആനിന് കിട്ടിയില്ല, സുന്നത്തിന് കിട്ടിയില്ല. 6-ാം നൂറ്റാണ്ടിലാണ് നബിദിനം ആഘോഷിച്ചതെന്ന് സുന്നികൾ പറയുമ്പോ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ചിന്തിക്കണം. അംസക്കോയ ബാക്കവിയിലേക്ക് മടങ്ങി വരികയാണ്. അംസക്കോയ ബാക്കി പറയാ സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ, അതിൽ അയാൾ പറയാ 40 ആയത്ത് നബിദിനം കൊണ്ടാടാൻ തെളിവുണ്ട്. ഞാൻ ചോദിക്കുമ്പോ ഇമാം സുയൂത്തിക്ക് ഇത് മനസ്സിലായില്ലേ? 40 ആയത്ത് ഖുർആനിൽ ഉണ്ടായിട്ട് റസൂലുള്ളാഹിക്ക് ഇത് മനസ്സിലായില്ല, സഹാബികൾക്ക് ഇത് മനസ്സിലായില്ല, അബ്ദുല്ലാഹി മസ്ഊദിന് മനസ്സിലായില്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മനസ്സിലായില്ല, ഇബ്നു ഉമർ റളിയല്ലാഹു മനസ്സിലായില്ല. അവർക്കാർക്കും മനസ്സിലായില്ല, അംസക്കോയക്ക് മാത്രം മനസ്സിലായി. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അംസക്കോയക്ക് മാത്രം നട്ടം പിരിഞ്ഞു എന്നും സഹാബികൾക്ക് മനസ്സിലായി എന്നും. അല്ല, സഹാബികൾക്കൊന്നും മനസ്സിലാകാത്തത് മനസ്സിലാകാൻ മാത്രം അംസക്കോയ കേമനാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നെങ്കിൽ ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, മഹ്ശറയിൽ വെച്ച് നമുക്ക് കാണാം. ചിന്തിക്കണം, ആലോചിക്കണം, ശരിക്കും പഠിക്കണം, ശരിക്കും. അപ്പോ സുന്നിവാദപ്രകാരം, സുന്നികളുടെ വാദപ്രകാരം 6-ാം നൂറ്റാണ്ടിലാണ് നബി തുടങ്ങി. ഞങ്ങൾ പറയുന്നത് എന്താ? നബിദിനം പുത്തനാണ്. നിങ്ങളോ ഇസ്ലാമിലുള്ള ആൾ. ഇനി KB മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനോട് എന്താ പറഞ്ഞു? ഇനി മേലിൽ ഈ മതത്തിൽ ദുൽഹജ്ജ് 9-ന് ശേഷം ഒരാചാരവും കടത്തി കൂട്ടാൻ പാടില്ല, യാതൊരു കാരണവശാലും. നിങ്ങൾ എന്താ പറഞ്ഞ്? ഭൗതികതയിലേക്ക് ജനങ്ങൾ പോയപ്പോ ഓരെ തിരിച്ചു വിളിക്കാൻ തുടങ്ങിയതാണ് നബിദിനം. പാടുണ്ടോ? നിങ്ങളെ വാദപ്രകാരം പാടുണ്ടോ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ പോലും അംഗീകരിക്കുന്നില്ലെന്ന് വന്നാൽ പിന്നെ നിങ്ങൾ ആരംഗീകരിക്കും? ഖുർആൻ നിങ്ങൾ അംഗീകരിച്ചില്ല, നബി നിങ്ങൾ അംഗീകരിച്ചില്ല, സഹാബികൾ ഒറ്റക്കുട്ടിനെ നിങ്ങൾ അംഗീകരിച്ചില്ല, താബിങ്ങൾ അംഗീകരിച്ചില്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾ നിങ്ങൾ അംഗീകരിച്ചില്ല, പിന്നെ നിങ്ങൾ ആരെ അംഗീകരിക്കും? ഇനി ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ ഈ വിഷയത്തിൽ. എന്താ? ദീർഘിച്ചു പറയില്ല, പോയിന്റ്. യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം എത്രയാ? 4 അല്ലേ? യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങൾ 4. അത് റബീഉൽ അവ്വൽ 12 ഉണ്ടോ? ചിന്തിക്കണം. റബീഉൽ അവ്വൽ 12 ഉണ്ടോ? നബിയുടെ ജന്മദിനം ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് സമസ്തക്കാർ വാദിക്കുന്നത്. അപാരമായ ഗതികേടാണ് ലോകത്ത് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ലൈലത്തുൽ ഖദറിനേക്കാൾ നബിദിനത്തിന് ശ്രേഷ്ഠതയുണ്ട് എന്നാ പറഞ്ഞതിന് അർത്ഥം അറിയോ? ചിന്തിക്കണം. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം ഹറാമാക്കിയ 4 മാസം, അതിൽ റബീഉൽ അവ്വൽ ഇല്ല. ഇനി ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഓരോ മാസത്തിന്റെ ഫളിൽ പറയുന്ന ബാബുകളുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് എവിടെയെങ്കിലും റബീഉൽ അവ്വലിന്റെ പോരിശ പറയുന്ന ബാബ് തെളിയിക്കാൻ സാധിക്കുമോ? തീർന്നില്ല. സമസ്തയുടെ പള്ളി മിമ്പറുകളിൽ ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുത്ബ നടത്തുന്നുണ്ടല്ലോ, നിങ്ങള് വെല്ലുവിളിക്കുന്നു. ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുത്ബയിൽ നബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അരപ്പരാമർശമില്ല. റബീഉൽ അവ്വൽ 12-ന് നബിയുടെ മരണത്തെ കുറിച്ച് മാത്രമേ പരാമർശമുള്ളൂ. അപ്പൊ ചരിത്രം പഠിച്ച, ദീന് പഠിച്ച സമസ്ത പണ്ഡിതന്മാരല്ലാത്ത ഇസ്ലാം പഠിച്ച മുഴുവൻ പണ്ഡിതന്മാരും നബിദിനം എന്നത് ഇസ്ലാം അല്ല എന്ന് പഠിപ്പിച്ചു. തീർന്നില്ല. ഇനി നിങ്ങളുടെ വാദപ്രകാരം നബിദിനം എന്താ? പരിശോധിക്കണല്ലോ, കേട്ടോ. അൽ മുഅല്ലിം മാസിക മാസികയിൽ പറയാ 2006 ഏറ്റവും ലേറ്റസ്റ്റ്, ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ടേ. അൽ മുഅല്ലിം മാസിക ഇവരെ പഠിപ്പിക്കാൻ പേജ് 7. ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. ഇനി ശ്രദ്ധിക്കണേ, ഓരോ പോയിന്റ് ശ്രദ്ധിക്കും മക്കളെ, കേട്ടോളി. ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. കേട്ടോ, ഏതെങ്കിലും ഒരു നബിയുടെ, അപ്പോൾ ഒറ്റ നബിയുടെയും ജന്മദിനം കൊണ്ടാടിയില്ല. ജന്മദിനം കൊണ്ടാടാതിരിക്കൽ ആദം നബിയോളം പഴക്കമുള്ള വിശ്വാസമാണ്.
ആദം നബിയുടെ ജന്മദിനമില്ല, നൂഹ് നബിയുടെ ജന്മദിനമില്ല, ഇബ്രാഹിം നബിയുടെ ജന്മദിനമില്ല. പിന്നെ മുഹമ്മദ് നബിയുടേതും മാത്രം അള്ളാഹു അവതരിപ്പിക്കുമോ? CH മുഹമ്മദ് കോയ സാഹിബിനോട് ലീഗിന്റെ ഒരു വലിയ, കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നേതാവ് മരിച്ചപ്പോ CH മുഹമ്മദ് കോയ സാഹിബിനോട് ചോദിച്ചത്രേ, ഇതൊരു പൊതു അവധിയായി പ്രഖ്യാപിക്കും. അന്ന് മന്ത്രിസഭയിലുണ്ട് CH മുഹമ്മദ് കോയ സാഹിബ്, പ്രഗത്ഭനാണ് അല്ലെ. CHനോട് ചോദിച്ചാൽ ഒരു പൊതു അവധിയായി പ്രഖ്യാപിക്കും. CH അക്കാലഘട്ടത്തിലൊക്കെ മുജാഹിദ് പണ്ഡിതന്മാരിൽ നിന്ന് ദീന് കേട്ട ആളാണ്, കുറച്ചൊക്കെ മനസ്സിലാക്കി നല്ല ബന്ധമുള്ള ആളാണ്. CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞു, ഇന്ത്യയില് മാത്രം ലക്ഷോപലക്ഷം മഹാന്മാര് ജനിക്കുകയും ചെയ്യുന്നുണ്ട്, മരിക്കുകയും ചെയ്യുന്നു. ഇവര് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ദിവസം നോക്കി ആഘോഷിച്ചാൽ ഖിയാമത്ത് നാൾ വരെ അവധിയായിരിക്കും. പ്രായോഗികമല്ല, പ്രായോഗിക. തബ്ലീഗ് ജമാഅത്തിന്റെ അൽബലാഗ് മാസികന്റെ കയ്യിൽ, അൽബലാഗ് മാസിക, അതിൽ പറയുന്നറിയാം, 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങൾ ലോകത്ത് വന്ന് ഇവരൊക്കെ ജന്മദിനം കൊണ്ടാടൽ സുന്നത്തായിരുന്നെ കുടുങ്ങിയില്ലേ. ആകെ വർഷത്തിൽ 365 ഉള്ളൂ. അപ്പോ 4 കൊല്ലം കാത്തുകണ്ടിരും ഒരു പൊതു അവധി. അപ്പൊ എങ്ങനെ കിട്ടുക? 4 കൊല്ലം കഴിയുമ്പോൾ അടുത്ത നബീന്റെ ജന്മദിനായില്ലേ. ഓരോ നബിമാരുടെ ഇടയിലും നൂറുകണക്കിനും ആയിരക്കണക്കിനും അനുയായികൾ, ഓരൊക്കെ മഹാന്മാരായിരുന്നു. 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾ, 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ, ഇവരൊക്കെ ജന്മദിനം കൊണ്ടാടുകയാണ്. എന്റെ പൊന്നാര സമസ്തക്കാര, ബിരിയാണി തിന്നാനല്ലാതെ ലോകത്തെ ഏമ്പക്കെടാനല്ലാതെ വേറെ വല്ല സമയം ഉണ്ടാവും ദുനിയാവിൽ? അപ്പോ അടുത്ത വാചകം എന്താ അറിയുന്നത്? അതുകൂടി കേട്ടോളൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല. നബിദിനത്തെ കുറിച്ച് നബി നിർദ്ദേശിച്ചിട്ടില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നതുമായ സകല കാര്യങ്ങളും പഠിപ്പിച്ചു എന്ന് നബി കള്ളം പറഞ്ഞോ? നബി കള്ളം പറഞ്ഞോ? കാരണം നബിദിനം ഇസ്ലാമാണ്, നിങ്ങളുടെ വാദപ്രകാരം നബിദിനം പുണ്യമാണ്, നിങ്ങളുടെ വാദപ്രകാരം നബിദിനം ദീനിലുള്ളതാണ്, നിങ്ങളുടെ വാദപ്രകാരം. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, അതിനെക്കുറിച്ച് റസൂല് ഒന്നും പഠിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഏത് ദീനാ അല്ലാഹു പൂർത്തിയാക്കിയത്? ഏത് ദീനാ റസൂല് പൂർത്തിയാക്കിയത്? ഏത് ദീനാ സഹാബികൾ മനസ്സിലാക്കിയത്? നിങ്ങൾക്ക് വാദമുണ്ടോ? ചെറിയ പെരുന്നാളിനെ കുറിച്ച് വിശദീകരണമില്ലേ?